السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ونادى أصحاب الأعراف رجالا يعرفونهم بسيماهم قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون أهؤلاء الذين أقسمتم لا ينالهم الله برحمة ادخلوا الجنة لا خوف عليكم ولا أنتم تحزنون. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, സ്വർഗ ലോകത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പരാമർശങ്ങളിലൂടെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട പാരത്രിക ലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോവുകയാണ്. സ്വർഗത്തിൽ ആദ്യമാദ്യം പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരെ സംബന്ധിച്ച് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കുകയുണ്ടായി. വിശ്വാസികളായ ആളുകളിൽ നിന്ന് പാപികളായ ആളുകൾ ആ പാപം പൊറുക്കപ്പെടാതെയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ അതിന് യോജിക്കുന്ന നിലക്കുള്ള കാലയളവ് നരകശിക്ഷ അവർ അനുഭവിച്ചതിന്റെ ശേഷം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാപാപം ചെയ്ത ആളുകൾ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പോവുകയില്ല. അവർ ശാശ്വതമായി നരകത്തിൽ തന്നെയാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പിഴച്ച കക്ഷികൾ ഉണ്ട്. ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം ആ വിശ്വാസക്കാരാണ്. ശിർക്ക് ചെയ്തവർ, അതുപോലെ തന്നെ കാഫിറുകൾ ശാശ്വതമായി നരകത്തിലാണെന്നതുപോലെ വൻപാപങ്ങൾ ചെയ്തവരും ശാശ്വതമായി നരകത്തിയിൽ തന്നെയാണെന്നും ഒരു കാലത്തും അവർക്കതിൽ നിന്ന് മോചനമില്ലെന്നും അവർ പ്രചരിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് പാപികളായ ആളുകൾ അവർ മുഅ്മിനുകളാണെങ്കിൽ, അവരുടെ വിശ്വാസത്തിന് തകരാറൊന്നുമില്ലെങ്കിൽ അവർ ഒരിക്കലും ശാശ്വതമായി നരകത്തിയിൽ പ്രവേശിക്കേണ്ടി വരില്ല. അവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും നരക ജീവിതം ജീവിച്ചതിന്റെ ശേഷം അവർക്കൊരു സ്വർഗപ്രവേശനത്തിന്റെ ഘട്ടമുണ്ട് എന്നതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് സംബന്ധമായി ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അമ്മാ അഹ്ലുൻ നാരി അല്ലദീന ഹും അഹ്ലുഹാ ഫഇന്നഹും ലാ യമൂതൂന ഫീഹാ വലാ യഹ്യഊൻ വലാകിൻ നാസുൻ അസാബത്തുഹുമുൻ നാറു ബിദുനൂബിഹിം ഔ ഖാല ബിഖതായാഹും ഫഅമാതഹും ഇമാതതൻ ഹത്താ ഇദാ കാനൂ ഫഹ്മൻ ഉദ്ന ബിശ്ശഫാഅ فجيء بهم ضبائر فبثوا على أنهار الجنة ثم قيل يا أهل الجنة أفيضوا عليهم فينبتون نبات الحبة تكون في حميل السيل. رواه مسلم رحمه الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നരകക്കാർ, ആ നരകത്തിന് അവകാശികളായ ആളുകൾ, അതിൽ ശാശ്വതമായി വസിക്കുന്ന ആളുകൾ, അവർക്കതിൽ മരണവുമില്ല ജീവിതവുമില്ലാത്ത നിലക്ക് കഠിന കഠോരമായ പ്രയാസകരമായ ഒരു ശിക്ഷയിൽ അവർ ശാശ്വതരായിരിക്കും. എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അസ്വാബത്തുഹുമുൻ നാർ, അവരെ നരകത്തീ ബാധിച്ചത് ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തമാണ്. അവര് ശിർക്ക് ചെയ്തവരല്ല, അവര് കാഫിറുകളല്ല, പക്ഷേ അവരിൽ വൻ പാപങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഔ ഖാല, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിഖതായാഹും, അവരുടെ കുറ്റങ്ങൾ നിമിത്തമാണ്, അവരുടെ പിഴവുകൾ നിമിത്തം നരകത്തി ബാധിച്ച ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ. അള്ളാഹു അവർക്ക് അവൻ നിശ്ചയിച്ച കാലയളവിൽ ഒരു പ്രത്യേകമായ രൂപത്തിൽ അവർക്ക് ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം അവര് പ്രത്യേകമായി ആ കറുത്ത കരിക്കട്ട പോലെയുള്ള കളറുകളിലായി മാറുമ്പോൾ പ്രത്യേകമായി എത്രയോ കാലം, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അന്ന് അതിൽ പെട്ടാ മതി. കുറെ കാലം, ഒരു സെക്കൻഡ് അനുഭവിക്കാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ നരകം? ഒരു സെക്കൻഡ് അതിൽ പ്രവേശിക്കാൻ സാധ്യമാണോ? അത്രത്തോളം കഠിന കഠോരമല്ലേ നരകം? എത്രയോ കാലം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാലമത്രയും ഇങ്ങനെ ശിക്ഷ അനുഭവിക്കപ്പെട്ടതിന്റെ ശേഷം ശഫാഅത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ നന്നായി വിശദീകരിച്ചത് കൊണ്ട് ആ ഹദീസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ മലക്കുകളും അതുപോലെ തന്നെ മുഅ്മിനുകളുമെല്ലാം വിശ്വാസികളിലെ പാപികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ശുപാർശ പറയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ആളുകളെ അവർ പുറത്തെടുക്കുകയും ചെയ്യുന്ന ഹദീസ് ശഫാഅത്ത് വിശദീകരിച്ചപ്പോൾ വിശദമായി നമ്മൾ പ്രതിപാദിച്ചത് കൊണ്ട് ഞാൻ അതിലെ ആവർത്തിക്കുന്നില്ല. സാന്ദർഭികമായി ചിലത് ഉണർത്തുന്നു എന്ന് മാത്രം. അങ്ങനെ അവരെ അതാ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുകയായി, നരകത്തിയിൽ നിന്ന് പുറത്തേക്കെടുക്കപ്പെടുകയായി. ഫബുസ്സു അലാ അൻഹാരിൽ ജന്ന, സ്വർഗീയ നദികളിൽ ഒരു നദിയുടെ ഓരത്ത് അവർ വിഭജിക്കപ്പെടുകയാണ്, നിർത്തപ്പെടുകയാണ്. എന്നിട്ട് സ്വർഗക്കാരോട് പറയപ്പെടും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗവാസികളെ, അഫീദു അലൈഹിം, ഇവരുടെ മേൽ നിങ്ങൾ സ്വർഗീയ ജലം ഒഴിക്കൂ. അങ്ങനെ ഇവർക്ക് മീതെ സ്വർഗീയമായ പ്രത്യേകമായ ഒരു ജലം ഒഴിക്കുമ്പോൾ ഫയൻബുതൂന നബാതൽ ഹബ്ബ തകൂന ഫീ ഹമീലിസ് സൈൽ, ചെറിയ മുളകൾ ഇങ്ങനെ പൊട്ടിമുളക്കുന്നത് പോലെ മലവെള്ളപ്പാച്ചിലിലൂടെ, വെള്ളമൊഴുകുന്ന ചാലുകളിലൂടെ അതിലൊരു വിത്തുണ്ടെങ്കിൽ അത് പിന്നീട് ആ വെള്ളപ്പാച്ചിലൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ആ നനവ് കിട്ടിയ പ്രദേശത്ത് നിന്ന് ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരുമ്പോഴുള്ള അതിന്റെ ഒരു ഭംഗി എന്താണ്? ആ ഒരു ചെറിയ ചെടി, അതിനെ കാണുമ്പോൾ തന്നെ അതിന്റെ കളറും അതിന്റെ രൂപവും ഒക്കെ എത്ര ആകർഷകമാണ്. അതുപോലെ അവർ മുളച്ചു വരികയായി എന്നാണ്. ഒരു പ്രത്യേകമായ രൂപത്തിൽ അവർ രൂപാന്തരപ്പെടുകയായി, അവരുടെ കളറുകൾ മാറ്റപ്പെടുകയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഭാഗത്തെ ജഹന്നമികൾ എന്നാണ് പേര് പറയപ്പെടുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയദ്ഖുലൂനൽ ജന്നത യുസമ്മൂനൽ ജഹന്നമിയീൻ. ഒരു വിഭാഗം ആളുകൾ നരകത്തിയിൽ നിന്ന് പുറത്തു വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ മുഖേന.
അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. യുസമ്മൂന, അവർക്ക് പേര് പറയപ്പെടും അൽ ജഹന്നമീന, ജഹന്നമികൾ. കാരണം ജഹന്നമിൽ ഒരുപാട് കാലം കഴിച്ചുകൂട്ടി അതിന്റെ ശിക്ഷകളൊക്കെ അനുഭവിച്ചതിന്റെ ശേഷം ആ പ്രത്യേകമായ പ്രാകൃത രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തപ്പെട്ട് ഒരു പ്രത്യേകമായ സൗന്ദര്യത്തിലേക്ക് പിന്നീട് രൂപമാറ്റപ്പെടുത്തപ്പെട്ട ഈ ആളുകൾ ജഹന്നമികൾ, കുറെ കാലത്തിന്റെ ശേഷം അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ. അങ്ങനെ സ്വർഗത്തിലേക്ക് കുറെ വൈകിയെത്തുന്ന ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മുഴുവൻ ആളുകളും, അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മുഴുവൻ ആളുകളും ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാണെന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇഖ്ലാസോടുകൂടെ പറയുകയും ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുകയും ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും നരകാഗ്നിയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് സുജൂദിന്റെ അടയാളങ്ങളല്ലാത്തത് മുഴുവനും നരകത്തി നക്കി തുടച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറ സുജൂദ്, അല്ലാഹു നരകത്തോട് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് സുജൂദിന്റെ അടയാളങ്ങളെ തിന്നരുതെന്ന്, സുജൂദിന്റെ അടയാളങ്ങളെ സ്പർശിക്കരുതെന്ന് നരകാഗ്നിയോട് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കയാൽ ബോഡിയുടെ മുഴുവൻ ഭാഗങ്ങളിലും നരകത്തി നക്കി തുടച്ചിട്ടുണ്ടെങ്കിലും സുജൂദിന്റേതായ അടയാളങ്ങളുള്ള ആ പ്രത്യേകമായ സ്ഥലങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകാഗ്നിയോട് അതിനെ തിന്നരുതെന്നും നക്കി തുടക്കരുതെന്നും കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് മുഴുവൻ തീയ തിന്നിട്ടുണ്ടായിരിക്കുമെങ്കിലും ഈ ഭാഗം തീ സ്പർശിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അവർ അവരൊരു പ്രത്യേകമായ കരിക്കട്ട കളറിലായിട്ടുണ്ടവർ. അങ്ങനെ അവർ നരകാഗ്നിയിൽ നിന്ന് പുറത്തെടുക്കപ്പെടുമ്പോൾ ഫയുസബ്ബു അലൈഹിം മാഉൽ ഹയാതി ഫയൻബുതൂന മിൻഹു കമാ തൻബുതുൽ ഹബ്ബത്തു ഫീ ഹമീലിസ് സൈൽ. ഒരു പ്രത്യേകമായ മാഉൽ ഹയാ, ജീവജലം, ഒരു പ്രത്യേകമായ മാഉൽ ഹയാത്ത് എന്നറിയപ്പെടുന്ന ജലം അവരുടെ മേൽ ഒഴിക്കപ്പെടുമ്പോൾ അവരത് അതിൽ നിന്നിങ്ങനെ മുളച്ചു വരുന്ന ഒരു പ്രത്യേകമായ കളറോടുകൂടി, നേരത്തെ പറഞ്ഞ ചെടി മുളച്ചു വരുന്നത് പോലെ, വിത്തിൽ നിന്ന് മുള പൊട്ടി വരുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവരൊക്കെ പുറത്തു കിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു കൽപ്പിക്കും, ആരുടെയെങ്കിലും ഹൃദയത്തിൽ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിൽ നിന്ന് കടുക് തരിയോളമെങ്കിലും ആരുടെയെങ്കിലും ഖൽബിൽ അവശേഷിപ്പുണ്ടെങ്കിൽ ഫഅഖ്രിജൂ, നിങ്ങൾ അവനെ നരകത്തിൽ നിന്ന് പുറത്തെടുത്തോളൂ. ആ നിലക്ക് ഏതൊക്കെ നിലക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരണുത്തൂക്കമെങ്കിലും ഈമാൻ ബാക്കിയുള്ളവര് ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവന്റെ കാരുണ്യം മുഖേന ഈ ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞ ഒട്ടേറെ ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളമെങ്കിലും ഒരു ഗോതമ്പ് തരിയോളമെങ്കിലും ആ നിലക്ക് അല്പമെങ്കിലും ഈമാൻ അവശേഷിപ്പുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദുനിയാവിൽ വെച്ചവൻ പറയുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള അല്പമാത്രമായ ഈമാനാണെങ്കിലും ആ ഈമാൻ അവന്റെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഉള്ളവൻ ശാശ്വതമായി നരകത്തിൽ ഒരിക്കലും കഴിയേണ്ടവനല്ല. ഇത് ധാരാളം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിട്ടും ഖവാരിജ് എന്ന് പറയുന്ന പഴച്ച കക്ഷികൾ ഇപ്പോഴും അവർ വാദിക്കുന്നത് വൻപാപങ്ങൾ ചെയ്തവര് നരകത്തിൽ പെട്ടവര് പിന്നെ ഒരിക്കലും പുറത്തു കടക്കൂല എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ശഫാഅത്തിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ ശഫാഅത്ത് വിശദീകരിച്ചിടത്ത് പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത പല കക്ഷികളും ശഫാഅത്തിന്റെ വിവിധ മേഖലകളെ നിഷേധിക്കുന്നവരാണ്, എതിർക്കുന്നവരാണ് എന്ന്. ഇവര് നിഷേധിക്കാൻ ഈ അർത്ഥത്തിലുള്ള ശഫാഅത്ത് ഖവാരിജുകള് മുഅ്തസിലത്തൊക്കെ നിഷേധിക്കുകയാണ്. എന്താ കാരണം? അത് അവര് മെനഞ്ഞുണ്ടാക്കിയ തത്വത്തിന് വിരുദ്ധമാണ്. അങ്ങനെയാണല്ലോ പലപ്പോഴും പഴച്ച കക്ഷികളുടെയൊക്കെ ഒരവസ്ഥ. സാധാരണഗതിയിൽ സത്യവിശ്വാസികൾ എന്താ ചെയ്യാ? അവര് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ആശയങ്ങൾ പഠിക്കും, എന്നിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിക്കും, ആ പ്രമാണങ്ങൾ സമൂഹത്തോട് പറയും. അതേ അവസരത്തിൽ പഴച്ച കക്ഷികളുടെ സ്വഭാവം അങ്ങനെയല്ല.
അവര് ആദ്യമേ അവരുടെ ചില താല്പര്യങ്ങൾക്കൊത്ത് ചില ആശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് ആ ആശയങ്ങൾക്ക് വേണ്ടി തെളിവുദ്ധരിക്കാൻ ഖുർആനും ഹദീസും പരിശോധിക്കും. സ്വാഭാവികമായും അവർക്ക് തെളിവുണ്ടാവുകയില്ലല്ലോ, കാരണം അവരുടെ വാദങ്ങൾ പിഴച്ചതാണ്. അപ്പോൾ അവർ എന്തിനെയാണ് അവലംബിക്കുക? വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വന്നിട്ടുള്ളവയെ അവർ ഒന്നുകിൽ ദുർവ്യാഖ്യാനിക്കും, അതല്ലെങ്കിൽ എന്തു ചെയ്യും? ആയത്താകുമ്പോ തള്ളിക്കളയാൻ പറ്റൂല, ദുർവ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. ഹദീസുകളാകുമ്പോ തങ്ങളുടെ ആശയത്തിന് യോജിക്കാത്തവയെ ഒന്നുകിൽ ദുർവ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ പറ്റേ തള്ളിക്കളയും. ഇവിടെ ഖവാരിജികൾ ചെയ്തത് അതാണ്. ഇങ്ങനെ വൻപാപം ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും നരകത്തിയിൽ കഴിഞ്ഞതിന്റെ ശേഷം അവർ ശഫാഅത്ത് മുഖേന പുറത്തെടുക്കപ്പെടും എന്ന ആ ശഫാഅത്തിനെ മുഅ്തസിലത്തും അതുപോലെ തന്നെ ഖവാരിജികളും ഒക്കെ നിഷേധിക്കുന്നത് അവരാദ്യമേ മെനഞ്ഞുണ്ടാക്കിയ അവരുടെ സ്വാർത്ഥ ആശയങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, പിഴച്ച കക്ഷികളൊക്കെ ചെയ്യുന്നത്. ആദ്യ ഒരു ആശയം അവരുണ്ടാക്കും, എന്നിട്ട് അതിനൊപ്പിച്ച് ഖുർആനിലും ഹദീസിലും തെളിവ് തരയും. സ്വാഭാവികമായും അതിൽ തെളിവ് ഉണ്ടാവില്ല. അപ്പൊ ഒന്നുകിൽ ദുർവ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ പറ്റേ നിഷേധിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള എല്ലാ ദുഷിച്ച പ്രസ്ഥാനങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും. ഇനി സഹോദരന്മാരെ, അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അല്പം സുദീർഘമായ ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറു മൻ യദ്ഖുലുൽ ജന്ന റജുലുൻ, അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഫഹുവ യംശി മറത്തൻ വയക്ബു മറത്തൻ വതസ്ഫഉഹു അന്നാറു മറത്തൻ, അയാൾ നടക്കുന്നുണ്ട്, ഇടക്ക് മുട്ടുകുത്തി വീഴുന്നുണ്ട്, നിരങ്ങുന്നുണ്ട്, നിരങ്ങി നീങ്ങുന്നുണ്ട്, നരകത്തി അയാളെ ഇടക്ക് സ്പർശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയി ഇടങ്ങേറായി അവസാനം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അതിൽ നിന്ന് വിട്ടുമുറിച്ച് കടന്നാൽ ഇൽതഫത ഇലൈഹാ, ആ നരകത്തിലേക്ക് അയാൾ ഒന്നുകൂടി നോക്കും, ഒന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ ഇപ്പൊ എവിടുന്നായി രക്ഷപ്പെട്ടു വന്നത്? അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഫഖാല, അയാൾ പറയും, തബാറകല്ലദീ നജ്ജാനി മിൻകി, നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹു മഹാ അനുഗ്രഹീതൻ തന്നെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായ റബ്ബാണ് എന്നെ നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്ക് തന്നെ അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്, ലഖദ് അഅ്താനില്ലാ, നിശ്ചയമായും എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു ശൈഅൻ മാ അഅതാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒന്നും നൽകാത്തത്ര അനുഗ്രഹം എനിക്ക് അല്ലാഹു നൽകിപ്പോയി. നരകത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ, സ്വർഗത്തിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കന എന്താ നരകത്തിന്റെ കാഠിന്യം? അതിനൊന്നും കയറി വന്നപ്പോഴേക്ക് പറയണ്, ലോകത്താർക്കും നൽകപ്പെടാത്തതാ എനിക്ക് നൽകപ്പെട്ടത്. അത്ര കഠോരമാണ് നരകം. അതിന് രക്ഷപ്പെട്ട് വന്നപ്പോഴേക്ക് അങ്ങനെ ആ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതുർഫഉ ലഹു ശജറ, അയാൾക്കതാ അല്ലാഹു തആല ഒരു മരം കാണിച്ചു കൊടുക്കപ്പെടുകയാണ്, ഒരു മരം കാണിക്കുകയാണ്, ഒരു ശജറത്ത്. ആ മരം വലിയ ഭംഗിയുള്ള ഒരു മരമാണ്. ഫയഖൂലു, അപ്പൊ ഇതിന്ന് രക്ഷപ്പെട്ട് കയറി വരുന്ന ഈ മനുഷ്യൻ പറയും, മയ റബ്ബി, എന്റെ രക്ഷിതാവേ, അതിനി മിൻ ഹാദിഹി ശജറ ഫലി അസ്തദില്ല ബിളില്ലിഹാ വഅശ്റബ മിൻ മാഇഹാ, ആ മരത്തിന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് അടുപ്പിക്ക് റബ്ബേ, അക്കാണുന്ന ആ മരത്തിന്റെ അടുത്തേക്ക് നീ എന്നെ ഒന്ന് അടുപ്പിക്ക്. എന്തിനാണ്? ഫലിയസ്തദില്ല ബിളില്ലിഹാ, ഞാൻ അതിന്റെ തണലൊന്ന് കൊള്ളാനാണ്, ആ മരത്തിന്റെ തണലത്ത് ഞാനൊന്ന് നിന്നോട്ടെ. വഅശ്റബ മിൻ മാഇഹാ, അവിടെയുള്ള വെള്ളം ഞാനൊന്നൊരു മുറുക്ക് കുടിച്ചോട്ടെ. അതിനൊന്ന് നീ ആ ശജറത്തിന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് എത്തിക്കാമോ? ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കും, യബ്ന ആദം, ഏ മനുഷ്യ, ലഅല്ലി ഇൻ അഅതൈതുകഹാ സഅൽതനി ഗൈറഹാ, ശരി, ഞാൻ നിന്നെ ആ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അതല്ലാത്ത വല്ലതും നീ എന്നോട് ചോദിക്കുമോ? ചോദ്യം അവിടെ നിൽക്കൂലേ? വേറെന്തെങ്കിലും ചോദിക്കോ? ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്,
എന്റെ റബ്ബേ വേറെ ഞാനൊന്നും ചോദിക്കൂല, എനിക്ക് അവിടെ എത്തിയാ മതി. വയുആഹിദുഹു, അവൻ അല്ലാഹുവിനോട് കരാറെടുത്ത് പറയും, അല്ലാ യസ്അലഹു ഗൈറഹാ, മറ്റൊന്നും ചോദിക്കൂലെന്ന് കരാറ് പറയും. പക്ഷേ റബ്ബുഹു യഅ്ദിറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്റ ലഹു അലൈഹി, റബ്ബിനറിയാം ഇവൻ അവിടം കൊണ്ട് ചോദ്യം അവസാനിപ്പിക്കൂലാന്ന്. കാരണം ഇതുവരെ കാണാത്ത, അവനൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാ ഇനിയും കാണാൻ പോകുന്നത് സുഖങ്ങള്. ഇപ്പൊ ഇവിടം കൊണ്ട് അവസാനിക്കൂലാന്ന് അള്ളാഹ്ക്കറിയാ. അങ്ങനെ അവനെ അതാ മരത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. ഫയസ്തദില്ലു ബിളില്ലിഹാ വയശ്റബു മിൻ മായിഹാ, അവൻ ആ മരത്തിന്റെ തണല് കൊള്ളുകയും അവിടുത്തെ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന നേരത്താണ് സുമ്മ തുർഫഉ ലഹു ശജറത്തൻ ഹിയ അഹ്സനു മിനൽ ഊലാ, ആദ്യം കാണിച്ചു കൊടുത്ത മരത്തേക്കാൾ ഭംഗിയാർന്ന മറ്റൊരു മരം അപ്പുറത്ത് കാണിക്കപ്പെടുന്നു. അപ്പൊ ഈ മനുഷ്യൻ പിന്നെയും അടുത്ത ചോദ്യമായി. ഫയഖൂൽ ഐ റബ്ബി അദ്നിനി മിൻ ഹാദിഹി, അമ്മരത്തിന്റെ അടുത്തൊന്ന് എന്നെ എത്തിക്കൂ, അവിടേക്കൊന്ന് എന്നെ കൊണ്ടുപോകൂ. ഇതൊക്കെ സഹീഹ് മുസ്ലിമിലുള്ള സഹീഹായ ഹദീസാണ്. അശ്റബ മിന്നായിഹാ വസ്തദില്ല ബിളില്ലിഹാ ലാ അസ്അലുക ഗൈറഹാ, ഞാൻ അതിന്റെ തണല് കൊള്ളാം, അവിടുത്തെ വെള്ളം കുടിച്ചോളാ, ഇനിയൊന്നും ചോദിക്കൂല. അപ്പോഴും റബ്ബ് ചോദിക്കും, യബ്ന ആദം അലം തുആഹിദിനി അല്ലാ തസ്അലനി ഗൈറഹാ, നീയല്ലടോ എന്നോട് കരാറെടുത്തത് അതല്ലാത്ത മറ്റൊന്നും ചോദിക്കില്ലെന്ന്. റബ്ബ് പിന്നെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചോദിക്കും, ലഅല്ലി ഇന്നദനൈതുക മിൻഹാ തസ്അലുനി ഗൈറഹാ ഫയുആഹിദുഹു വല്ലാ യസ്അലഹു ഗൈറഹാ വറബ്ബുഹു യഅ്ദറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്റ ലഹു അലൈഹി ഫയുദ്നീഹി മിൻഹാ. രണ്ടാമതും അല്ലാഹ് ഇതന്നെ ചോദിക്കാണ്. ഞാൻ അതല്ലാത്തൊന്ന് വേറെ ചോദിക്കോ, എന്നോട് ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞതാണ്. അയാൾ പറയില്ല, ഒരിക്കലും ചോദിക്കൂല, കരാറെടുക്കും. അള്ളാഹ്ക്കറിയാം ഇവൻ ചോദ്യം നിർത്തൂല. കാരണം സുഖങ്ങളുടെ ലോകത്ത് ഇങ്ങനെ കയറി കയറി പോവല്ലേ. അവിടെ ആ മരത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴും അവൻ അതിന്റെ തണല് കൊള്ളുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോ മൂന്നാമതായിട്ടതാ റബ്ബ് സുമ്മ തുർഫഉ ലഹു ശജറ ഇൻദ ബാബിൽ ജന്ന ഹിയ അഹ്സനു മിനൽ ഊലയൈൻ, അവനതാ പിന്നെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ ഒരു മരം കാണിച്ചു കൊടുക്കപ്പെടുന്നു. നടന്ന് നടന്നിങ്ങനെ പോവുകയാണ് അവനെ കൊണ്ടുപോവുക തന്നെയാണ്. അതേ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ സുന്ദരമായ ഒരു വൃക്ഷം, ആ വൃക്ഷം ഹിയ അഹ്സനു മിനൽ ഊലയൈൻ, ആദ്യം കണ്ട രണ്ടിനേക്കാളും ഭംഗിയാർന്ന വൃക്ഷമാണ്. അത് കാണുമ്പോഴേക്ക് ഈ മനുഷ്യൻ പറയും, റബ്ബി അദ്നിനി മിൻ ഹാദിഹി ലിയസ്തദില്ല ബിളില്ലിഹാ വഅശ്റബ മിൻ മായിഹാ ലാ അസ്അലുക ഗൈറഹാ. അത് തന്നെ അയാൾ ആവർത്തിക്കും. അല്ലാഹ് ഒന്ന് അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അതിന്റെ അടുത്തേക്ക്, വാതിലിന്റെ അടുത്തേക്ക്, അവിടെ ഉള്ള മരം, അവിടത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞാനതിന്റെ തണലൊക്കെ ആസ്വദിക്കട്ടെ, വെള്ളം കുടിച്ചോട്ടെ, വേറൊന്നും ഞാൻ ചോദിക്കൂല. അപ്പോഴും അല്ലാഹ് ചോദിക്കും, യബ്ന ആദം, ഹേ മനുഷ്യ, അലം തുആഹിദ്നി അല്ലാ തസ്അലനി ഗൈറഹാ, ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ചോദിക്കാ. ഖാല, അയാൾ പറയും, ബലാ യാ റബ്ബ് ഹാദിഹി ലാ അസ്അലുക ഗൈറഹാ, നീ ഒന്നും ചോദിക്കൂല, ഉറപ്പ്. വറബ്ബുഹു യഅ്ദിറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്റ ലഹു അലൈഹാ, അല്ലാഹ്ക്കറിയാം എന്റെ അടിമക്ക് സുഖങ്ങൾ കാണുമ്പോൾ നീ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. റബ്ബിന് ദേഷ്യമില്ല, റബ്ബിന് കോപമില്ല, ദേഷ്യമില്ല. അങ്ങനെ ഫയുദ്നീഹി മിൻഹാ, സ്വർഗ കവാടത്തിന്റെ അരികിലുള്ള വൃക്ഷത്തിനടുക്കിലേക്ക് അവനെ അടുപ്പിക്കുമ്പോ ഫയസ്മഉ അസ്വാത അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ സൗണ്ട് അവൻ ഇങ്ങനെ കേൾക്കുന്നു. സ്വർഗത്തിന്റെ അടുത്തുള്ള മരത്തിനടുത്തെത്തിയപ്പോ സ്വർഗത്തു നിന്നുള്ള സന്തോഷകരമായ അവരുടെ ആഹ്ലാദത്തിന്റെയും ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ ഈ മനുഷ്യൻ കേൾക്കുകയാണ്. ഫയഖൂൽ, ഈ മനുഷ്യൻ പറയും, അയ്യ റബ്ബി, എന്റെ രക്ഷിതാവേ, അദ്ഖിൽനീഹാ, എന്നെ ഒന്ന് അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാമോ? കേട്ടിട്ട് കൊതിയാകുന്നു, ആ സൗണ്ട് കേട്ടിട്ട് ആശയാകുന്നു, റബ്ബേ ഒന്നതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാമോ? ആ സമയത്ത് റബ്ബ് ചോദിക്കും, യബ്ന ആദം അയസ്രീനി മിൻക്, ഇനി ചോദ്യം എപ്പോഴാ നീ ഒന്ന് അവസാനിപ്പിക്ക? എപ്പോഴാണ് ഈ ചോദ്യം നീ അവസാനിപ്പിക്ക? എന്നിട്ടുള്ള ചോദിക്കും, യുർദീക്, നിനക്ക് തൃപ്തിയാകുമോ? അന്നുഅ്തിയക ദുനിയാ വമിസ്ലഹാ മഅഹാ, ദുനിയാവും അതിന്റെ ഇരട്ടിയും അതുപോലെ തന്നെയും നിനക്ക് ഞാൻ പകരം ഇവിടെ വെച്ച് തന്നാൽ, ആ സുഖസൗകര്യങ്ങൾ ദുനിയാവോളം അതിന്റെ അത്ര കൂടി സുഖസൗകര്യങ്ങൾ വേറെയും തന്നാൽ,
നിനക്ക് തൃപ്തിയാകുമോ? ആ മനുഷ്യൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, അതസ്തഹ്സിഉ മിന്നീ, നീ എന്നെ പരിഹസിക്കുകയാണോ? വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലയോ, സർവലോക പരിപാലകനായ റബ്ബല്ലയോ, നീ എന്നെ പരിഹസിക്കുകയാണോ, കളിയാക്കുകയാണോ? ഇത് പറഞ്ഞിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന നബിയിൽ നിന്ന് ഈ ഹദീസ് ആരാണോ കേട്ടത്? നേരത്തെ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുയാണ്. ആ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ഹദീസ് ഉദ്ധരിക്കുന്ന വേളയിൽ ഇതും പറഞ്ഞതിന്റെ ശേഷം ഫളഹിക ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് ചിരിച്ചതിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നവരോട് ചോദിച്ചു, അലാ തസ്അലൂനി മിമ്മാ ളഹക്, ഞാൻ എന്തിനാ ചിരിച്ചത് നിങ്ങൾ എന്നോട് ചോദിക്കാത്തന്തേ? ഫഖാലു, അപ്പോൾ അവര് ചോദിച്ചു, മിമ്മ തളഹക്, എന്തിനാ ചിരിച്ചത്, എന്തിനാ നിങ്ങൾ തിരിച്ചത്? ഖാല, അദ്ദേഹം മറുപടി പറഞ്ഞു, ഹകദാ ളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ എത്തിയപ്പോൾ ചിരിച്ചിട്ടുണ്ട്, നന്നായി. അവിടുത്തെ മുൻപല്ലുകൾ വെളിവാകുവോളം അവിടുന്ന് നന്നായി ചിരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവിടെ വെച്ച് റസൂലുള്ളാഹിനോട്, മിമ്മ തളഹകു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നതെന്ന് അന്ന് ഞങ്ങൾ അവിടെ വെച്ച് ചോദിച്ചിട്ടുണ്ട്, സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി അതിന് കാരണം പറഞ്ഞു, മിൻ ലഹികി റബ്ബിൽ ആലമീൻ, ഈ അടിമയുടെ ചോദ്യം കേട്ടിട്ട് റബ്ബുൽ ആലമീൻ എന്ന് നന്നായി ചിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നു. അത് കേട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിക്കുക. എന്തിനാ ചിരിച്ചത്? എന്തിനാ റബ്ബ് ചിരിച്ചത്? ഹീന ഖാലായി, മനുഷ്യൻ ചോദിച്ചപ്പോൾ, അതസ്തഹ്സിഉ മിന്നീ വഅൻത റബ്ബുൽ ആലമീൻ, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാഹ്, നീ റബ്ബുൽ ആലമീൻ അല്ലേ? അപ്പൊ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നീ ലാ അസ്തഹ്സിഉ മിൻക വലാകിന്നി അലാ മാ ശാഉ ഖാദിറുൻ, ഞാൻ ഒരിക്കലും നിന്നെ പരിഹസിക്കുകയല്ലാതെ എന്റെ സ്വഭാവത്തിൽപ്പെട്ടതുമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ചെയ്തു തരാൻ ഞാൻ ഖാദിറാണ്, കഴിവുള്ളവൻ തന്നെ എന്ന് ആ അടിമയോട് സന്തോഷപൂർവ്വം റബ്ബ് പറഞ്ഞിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു തആല ചിരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അതെങ്ങനെയാ ചിരി? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നു, അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ അപ്പടി വിശ്വസിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. ചോദ്യം ചെയ്യാൻ പാടില്ല, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, ഏതെങ്കിലും രൂപത്തിലുള്ള സൃഷ്ടികളെ പോലെ എന്ന് ഉപമ പറയാനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പാടില്ല. എന്നാൽ ഇതൊക്കെ സൃഷ്ടികളുടെ ഒക്കെ സ്വഭാവമാണ്, ഈ ചിരിക്കലൊക്കെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് അത് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കാനും പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ എത് എന്ന് പറഞ്ഞെടുത്ത്, കൈ എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹു വരും എന്ന് പറഞ്ഞെടുത്ത്, വജാ റബ്ബുക എന്ന് പറഞ്ഞെടുത്ത്, അതുപോലെ തന്നെ റബ്ബ് റബ്ബ് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞെടുത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിരലുകൾ എന്ന പ്രയോഗം വന്നെടുത്ത്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞ ഇസ്തവ എന്ന് പറഞ്ഞെടുത്ത്, യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും എന്ന് പറഞ്ഞെടുത്ത്, അവിടെയൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയോ ആണെന്ന് കരുതാനോ ചിന്തിക്കാനോ പോലും പാടില്ല. കാരണം അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. അവനെപ്പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഏതെങ്കിലും ഒരു ഗുണത്തെ, ഒരു വിശേഷണത്തെ ഏതെങ്കിലും ഒന്നിനെ പോലെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമേ അല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനുള്ളതെല്ലാം അള്ളാഹുവിനുള്ളത് തന്നെ, അവന്റെ പ്രവൃത്തികളെല്ലാം അവന്റെ പ്രവൃത്തികൾ തന്നെ. അതെങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. എങ്ങനെയെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? അവൻ അനുയോജ്യമായ വിധത്തിൽ എല്ലാം ഉണ്ട്, അവന് യോജിക്കുന്ന വിധത്തിൽ. എന്നാൽ പഴച്ച കക്ഷികൾ ചെയ്തത് ഇതൊക്കെ അള്ളാഹനെ മറ്റ് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അവന്റെ ഗുണങ്ങളെയും വിശേഷണങ്ങളെയും അവർ ഇൻകാർ ചെയ്യുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത്. അതപ്പടി വിശ്വസിക്കുന്നവരെ, അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അതൊക്കെ റബ്ബിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ പരിഹസിക്കുവാനാണ് പലരും തയ്യാറായത്.
അതുകൊണ്ട് അവര് പറയാൻ തുടങ്ങി, ഇവരുടെ അള്ള ഇറങ്ങുന്ന അള്ളയാണ്, കറങ്ങുന്ന അള്ളയാണ്, ചിരിക്കുന്ന അള്ളയാണ്, ദശപ്പെടുന്ന അള്ളയാണ്, നടക്കുന്ന അള്ളയാണ്, വിരലുള്ള അള്ളയാണ്, കൈയുള്ള അള്ളയാണ്, ഇരിക്കുന്ന അള്ളയാണ് എന്നൊക്കെ പറഞ്ഞു പലരും പിഴച്ച കക്ഷികൾ പരിഹസിക്കാൻ തുടങ്ങി. ആ പരിഹാസങ്ങൾ മുഴുവനും ചെന്നെത്തുന്നത് ഇതപ്പടി വിശ്വസിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സ്വഹാബത്തിന്റെയും നേർക്കാണ്. അള്ളാഹു അത്തരം പിഴച്ച ചിന്താഗതികളിൽ നിന്ന് നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ചിരിച്ചു. അള്ളാഹു ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടത് റിപ്പോർട്ട് ചെയ്ത റാവിയായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യന്റെ ഒരവസ്ഥ, അയാൾക്ക് എന്ത് കിട്ടിയാലും അതൊക്കെ വലിയ ഒരു രൂപത്തിലുള്ള അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. നരകത്തിന് കേറുമ്പോഴേക്ക് തന്നെ അയാൾ പറഞ്ഞത് എന്താണ്? ആർക്കും നൽകപ്പെടാത്ത സുഖവും സൗകര്യങ്ങൾ എനിക്ക് എന്റെ അള്ളാഹ് നൽകിയിട്ടുള്ളത്. അത്രത്തോളം കഠോരമായ ശിക്ഷയിൽ അങ്ങോട്ട് കേറുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. അവസാനമായി ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൂട്ടം കൂട്ടമായി വിചാരണയില്ലാതെ കയറുന്നവരെ കുറിച്ച് പറഞ്ഞു, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ശുപാർശയോടുകൂടെ കയറപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന ഇങ്ങനെ അവസാനം കരകയറ്റപ്പെടുന്ന അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാൻ ബാക്കിയുള്ളവരുടെ അവസാനത്തെ സ്വർഗത്തിലേക്കുള്ള കയറ്റവും വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വന്നതും നാം വിശ്വസിക്കേണ്ടതുമായ അഖീദയുടെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇനി സഹോദരന്മാരെ, കുറച്ചു കാലം ഇത് രണ്ടുമല്ലാത്ത ഒരു സ്ഥലത്ത് പാർപ്പിക്കപ്പെട്ട ശേഷം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാന്മാരും ഉണ്ട്. അവരാണ് അറാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ. വിശുദ്ധ ഖുർആൻ ആ പേരിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ അറാഫ്. ആ അറാഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നുണ്ട്, വബൈനഹുമാ ഹിജാബ് വഅലൽ അറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്നതി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ وإذا صرفت أبصارهم تلقاء أصحاب النار قالوا ربنا لا تجعلنا مع القوم الظالمين وبينهما حجاب. അവർക്ക് രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്. അഥവാ സ്വർഗക്കാരുടെയും നരകക്കാരുടെയും ഇടയിൽ, അതല്ലെങ്കിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കൊരു മറയുണ്ട്, ഒരു ഹിജാബുണ്ട്. വഅലൽ അറാഫി, ആ മറ ഒരു പ്രത്യേകമായി ഉയർന്നു നിൽക്കുന്ന, ഉർഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തുവിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ്. അതുകൊണ്ടാണ് കോഴിയുടെ തലയുടെ മുകളിലുള്ള ആ പൂവിന് ഉർഫ് എന്ന് പറയും. കോഴിയുടെ ആ പൂവ് എന്നൊക്കെ പറയുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗം. ഇങ്ങനെ ഉയർന്നു കാണുന്ന ഒരു പ്രദേശത്ത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ഇടക്കായി പാർപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകൾ, അലൽ അറാഫി റിജാൽ, അവിടെ കുറെ ആളുകളുണ്ട്. യഅരിഫൂന കുല്ലം ബിസീമാഹും, അവർ ഈ സ്വർഗക്കാരെയും നരകക്കാരെയും ഒക്കെ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയും. സ്വർഗക്കാരുടെ അടയാളങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതവർക്കറിയാം. നരകക്കാരെയും അവരവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയുമല്ലോ. അങ്ങനെ സ്വർഗക്കാരുടെ അടയാളങ്ങൾ അവർ അറിയുന്നത് കൊണ്ട് വനാദൗ, അവർ വിളിക്കും, അസ്ഹാബൽ ജന്ന, സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് ഈ അറാഫിൽ നിൽക്കുന്ന ആളുകൾ പറയും, അസ്സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അതേ, അവരെ ഇങ്ങനെ വിളിച്ചിട്ട് സലാം പറയുകയാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആശയം എന്താണ്? ലം യദ്ഖുലൂഹാ, ഈ അറാഫിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടിട്ടില്ല, അവര് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. പക്ഷേ വഹും യത്മഊൻ,
എപ്പോഴാണ് അള്ളാഹുവിന്റെ ഓർഡർ കിട്ടുക, എപ്പോഴാണ് ഞങ്ങളും ആ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നിങ്ങനെ കൊതിച്ചുകൊണ്ട് സ്വർഗം മോഹിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അറാഫുകാര്. അതിന്റെ ഇടയ്ക്ക് അവർ നരകാഗ്നിയുടെ നേരെ വഇദാ സുരിഫത് അബ്സാറുഹും തിൽഖാ അസ്ഹാബിൻ നാർ, അതിനിടെ നരകവാസികളുടെ ഭാഗത്തേക്ക് അവരുടെ ദൃഷ്ടികൾ തിരിക്കപ്പെടുമ്പോൾ, നരകവാസികളെ അവര് കാണുമ്പോൾ ഖാലൂ, ഇവര് പറയും, ഇവര് ദുആ ചെയ്യുകയാണ്. നരകവാസികൾ അനുഭവിക്കപ്പെടുന്ന ശിക്ഷയുടെ കാഠിന്യം കണ്ടിട്ട് അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ, നീ ഞങ്ങളെ ആക്കരുതേ, നീ ഞങ്ങളെ ആക്കരുതേ, മഅൽ ഖൗമിൽ ളാലിമീൻ, ഇതായി കിടക്കുന്ന നരകവാസികളായ അക്രമകാരികളുടെ കൂടെ അവരോടൊപ്പം നീ ഞങ്ങളാക്കല്ല റബ്ബേ എന്നവര് പറയുകയാണ്. അതാ പിന്നെയും അവരുടെ സംസാരം അല്ലാഹു പറയുന്നു. വനാദാ അസ്ഹാബുൽ അറാഫി റിജാലൻ യഅരിഫൂനഹും ബിസീമാഹും ഖാലൂ മാ അഗ്നാ അൻകും ജംഉകും വമാ കുൻതും തസ്തക്ബിറൂൻ أهؤلاء الذين أقسمتم لا ينالهم الله برحمة ادخلوا الجنة لا خوف عليكم ولا أنتم تحزنون. ونادى أصحاب الأعراف, അറാഫിന്റെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു. റിജാലൻ, നരകത്തിയിലെ ആളുകളോട് വിളിച്ചു ചോദിക്കുകയാണ്. യഅരിഫൂനഹും ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് ആ നരകത്തിയിലെ ഇതാരോടാണ് ചോദിക്കേണ്ടതെങ്കിൽ അവരെ ഈ അറാഫുകാർക്ക് നന്നായി തിരിച്ചറിവുണ്ട്. അത്തരത്തിൽപ്പെട്ട ധിക്കാരികളോട്, അഹങ്കാരികളോട് നരകത്തിയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അറാഫിലെ ആളുകൾ ചോദിക്കും. ഖാലൂ, അവര് ചോദിക്കുകയാണ്, മാ അഗ്നാ അൻകും ജംഉകും വമാ കുൻതും തസ്തക്ബിറൂൻ, നിങ്ങൾ ശേഖരിച്ചു വെച്ച നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് എന്തോ ഉപകാരമാണ് നിങ്ങൾക്ക് കിട്ടിയത്? പണമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് വിടുവായിത്വം പറഞ്ഞുകൊണ്ട് വമാ കുൻതും തസ്തക്ബിറൂന, നിങ്ങൾ വല്ലാതെ ഗർവ് കാണിച്ച്, അഹന്ത കാണിച്ച്, നെകളിപ്പോടെ, അഹങ്കാരത്തോടെ ജീവിച്ചവരല്ലേ, വിശ്വാസികളെ പരിഹസിച്ചവരല്ലേ? നിങ്ങളുടെ പണത്തിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾ എവിടെയും രക്ഷപ്പെടും എന്ന് വീമ്പിളക്കിയവരെ, അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ആ ഒരു പിൻബലം കൊണ്ട് ഞങ്ങൾക്ക് എന്തും നേടാമെന്ന് വീറും വാശിയോടെ വാദിച്ചിരുന്ന കക്ഷികളെ, നിങ്ങൾ ആ സമ്പാദിച്ചുണ്ടാക്കിയ ജംഉക്കും, നിങ്ങൾ ശേഖരിച്ച നിങ്ങളുടെ ശേഖരങ്ങളൊക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അഹങ്കരിച്ച അഹങ്കാരങ്ങളൊക്കെ എവിടെ പോയി? എന്തേ നിങ്ങൾക്ക് നരകത്തിയിൽ നിന്ന് അതൊന്നും തടയാൻ സാധിച്ചില്ല അല്ലേ? തീർന്നില്ല, നിങ്ങൾ പറഞ്ഞിരുന്നവരല്ലേ? ഹാഉലായില്ലദീനാദായി കൂട്ടര് നോക്കൂ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കടോ ഒരു കൂട്ടം ആളുകളെ, ഇവരെ കുറിച്ചല്ലേ അഖ്സംതും, നിങ്ങൾ ആണയിട്ട് കൊണ്ട് പറഞ്ഞിരുന്നത് ദുന്യാവിൽ വെച്ച്. ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവരെ നിങ്ങൾക്ക് ദുന്യാവിൽ വെച്ച് കണ്ണിന് പിടിക്കൂലായിരുന്നു. കാരണം അവർക്ക് നിങ്ങളെപ്പോലെ പണമില്ലായിരുന്നു, നിങ്ങളെപ്പോലെ സ്വാധീനമില്ലായിരുന്നു, നിങ്ങളെപ്പോലെ അധികാരങ്ങളില്ലായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ നല്ല മൂടുറച്ച ദൃഢമായ ഈമാനുള്ള ആളുകളായിരുന്നു. ആ കക്ഷികൾ നിങ്ങളെ നേരിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, ധിക്കാരികളായ സമ്പന്നരെ, അധികാരമുള്ള, അതുപോലെ തന്നെ സ്വാധീനം കൊണ്ടൊക്കെ നെകളിപ്പ് കാണിച്ച് അഹങ്കാരം കാണിച്ചിരുന്നവരെ, നിങ്ങളല്ലേ ഈ മോമിനീങ്ങളെ കുറിച്ച് ദുന്യാവിൽ വെച്ച് സത്യം ചെയ്തുകൊണ്ട് പലപ്പോഴും പറയാറുണ്ടായിരുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മത്തിൻ, ഇവർക്കൊന്നും അള്ളാന്റെ ഒരു റഹ്മത്തും കിട്ടാൻ പോണില്ല, ഇവർക്കൊന്നും അള്ളാന്റെ ഒരു കാരുണ്യവും കിട്ടാൻ പോണില്ല, ഇവരൊന്നും ഒന്നിനും കൊള്ളൂല, ഇവരൊന്നും ഒരു റഹ്മത്തിനും അനുയോജ്യരല്ല, അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ പരിഹസിച്ചിരുന്നവരല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? നിങ്ങളാ പരിഹസിച്ച് കളിയാക്കിക്കൊണ്ട് 5 കാശിന് വിലയില്ലാത്തവരെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച് എല്ലാ രംഗത്തേക്കും പിന്നോട്ടടിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയ ഈ ഭാഗത്തോട് പറയപ്പെട്ടത് കേട്ടില്ലേ? ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക
പ്രവേശിച്ചോ, ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടവരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം നൽകിക്കൊണ്ട് അവരൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ പരിഹാസം ഇപ്പൊ എന്തായി? നിങ്ങളുടെ ധനം കൊണ്ട് വല്ല കാര്യവും കിട്ടിയോ? നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് വല്ലതില്ലെന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമായോ? ഇതൊക്കെ അറാഫുകാർ അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ അറാഫുകാർ നരകക്കാരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അവസാനം ഇവരുടെ ആഗ്രഹം പോലെ അല്ലാഹു പറഞ്ഞില്ലേ, വഹും യത്മഊൻ, അവർ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല, പക്ഷെ അതിന് കൊതിച്ചിങ്ങനെ അവസരം കാത്തിരിക്കുകയാണ്. അള്ളാഹു അതിന്റെ ശേഷം അവരെ പ്രത്യേകമായ ഒരു അവന്റെ അനുഗ്രഹം നിമിത്തം ആ അറാഫിലുള്ള ആളുകളെ, ആരാണ് ഈ അറാഫിലുള്ളവരെന്നൊക്കെ മുഫസ്സിരീങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഏകദേശം ഒരു യോജിപ്പോടുകൂടെ പറഞ്ഞ അഭിപ്രായം നന്മയും തിന്മയും തുല്യരായവർ എന്നാണ്. നന്മയും തിന്മയും തുല്യരായവർ. നന്മ മുൻകടന്നതുകൊണ്ട് സ്വർഗത്തിലേക്കുമായിട്ടില്ല, തിന്മ മുൻകടന്നതുകൊണ്ട് ആദ്യമായി നരകത്തിലേക്കും പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ല. രണ്ടും സമമായി നിൽക്കുകയാണ്. സ്വർഗത്തിലുമില്ല നരകത്തിലുമില്ലാതെ അറാഫ് ആ ഉയർന്നു നിൽക്കുന്നൊരു മേട് പോലെയുള്ള ഒരു പ്രത്യേകമായ പ്രദേശം. നമ്മളിതൊക്കെ പറയുമ്പോൾ ഒരു മേട്, കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദുന്യാവിലെ ഒന്നിനോടും സാദൃശ്യപ്പെടുത്തണ്ട. അത് അവിടുത്തെ അല്ലാഹു അഅലം എന്താണ്, എത്രയാണ് ഏരിയ, എന്താണ് ലോകം എന്ന്. ഏതായാലും അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ നന്മയും തിന്മയും സമമായവരെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ കയറാൻ. അവരും അവരുടെ ആഗ്രഹപ്രകാരം അല്ലാഹു അവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായി. എല്ലാവരും അങ്ങനെ അല്ലാഹു നിശ്ചയിച്ച മുഴുവൻ ആളുകളും ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ ഘട്ടത്തിൽ ഇനി ഒരിക്കലും ഇനി എന്തില്ല, മരണം ഇനി വരാനില്ല, ഇനി മരണം നടക്കാനില്ല. കാരണം സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഇനി ശാശ്വതമാണ് സ്വർഗവും നരകവും. സ്വർഗവും നരകവും ശാശ്വതമാണ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, നരകത്തെപ്പറ്റി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു മുമ്പ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് റബ്ബ് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. നിശ്ചയമായും സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സദ്പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ്, അത്യുന്നതമായ സ്വർഗീയമായ സുഖസൗകര്യങ്ങളുടെ തോട്ടങ്ങൾ, നുസുലൻ, അവർക്കുള്ള വിരുന്ന് സൽക്കാരം എന്നോണം അവർക്ക് നൽകപ്പെടും. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളാകുന്നവർക്ക്. നീ ഇന്ന് പുറത്തു പോകണ്ട. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, സുഖങ്ങൾ ആസ്വദിച്ചിട്ട് ഒരു മടുപ്പുണ്ടായിട്ട് ഇനി ഇരുന്നൊന്ന് പുറത്തു കൊണ്ടുപോയി വേറൊരു ഏരിയയിലേക്ക് പോകാമെന്ന് അവർക്ക് തോന്നൂല. അത്രയും കൊതി തീരാത്ത നിലക്കുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും കേന്ദ്രവും കേദാരവുമാണ് സ്വർഗീയ ലോകം. അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആ നിലക്ക് സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിലും നരകക്കാര് നരകത്തിലും കഴിഞ്ഞതിന് ശേഷം ഇനി മരണം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള നരകത്തിലുള്ള മരണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സാറ അഹ്ലുൽ ജന്നതി ഇലൽ ജന്ന വഅഹ്ലുൻ നാരി ഇലൻ നാർ جيء بالموت حتى يجعل بين الجنة والنار ثم يذبح ثم ينادي مناد يا أهل الجنة لا موت ويا أهل النار لا موت فيزداد أهل الجنة فرحا إلى فرحهم ويزداد أهل النار حزنا إلى حزنهم. رواه البخاري رحمه الله. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗക്കാര് സ്വർഗത്തിലേക്കും നരകക്കാര് നരകത്തിലേക്കും ആയി കഴിഞ്ഞാൽ ജീഅ ബിൽ മൗത്ത്, മരണം കൊണ്ടുവരപ്പെടും. ഇങ്ങനെ ഈ മരണം എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരാ നമുക്കറിയില്ല, അല്ലാഹു അഅലം. മരണത്തെ കൊണ്ടുവരപ്പെടും, എന്നിട്ട് ആ മരണത്തെ നിർത്തപ്പെടും. ബൈനൽ ജന്നതി വന്നാരി, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള സ്ഥലത്ത് മരണത്തെ നിർത്തപ്പെടും. എന്നിട്ട് സുമ്മ യുദ്ബഹു, ആ മരണത്തെ അങ്ങ് അറുക്കപ്പെടും. പിന്നെ മരണം എന്നറിയുന്ന സംഗതിയാണ് മരിക്കുക. ഈ മരണമല്ല, മരണത്തെ അറുക്കുകയാണ്, മരണത്തെ വധിക്കുകയാണ്.
എന്നിട്ട് അല്ലാഹു തസ്മ യുനാദി, മുനാദിനൊരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. ഈ മരണത്തെ അങ്ങ് അറുക്കപ്പെട്ട് കഴിഞ്ഞാൽ വിളിയാളമുണ്ടാകും. യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗവാസികളെ, ലാ മൗത്, ഇനി മരണമില്ല. സ്വർഗവാസികളെ, മരണമില്ല. വയാ അഹ്ലൻ നാർ, നരകവാസികളെ, മരണമില്ല. ലാ മൗത്. ഇത് കേൾക്കുമ്പോ ഫയസ്ദാദു അഹ്ലുൽ ജന്നതി, സ്വർഗക്കാർക്ക് വർദ്ധിക്കുന്നു. ഫറഹൻ ഇലാ ഫറഹിൻ, അവരുടെ സന്തോഷത്തിനുമേൽ സന്തോഷം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. കാരണം സുഖങ്ങളുടെ ലോകത്ത് നിന്ന് ഇനി ഒരിക്കലും മരണമില്ലല്ലോ, ഒരിക്കലും അത് നഷ്ടപ്പെടില്ലല്ലോ. അവരുടെ സുഖങ്ങൾ ഇങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്ക് സുഖത്തോട് സുഖം അവർക്ക് കൂടുകയാണ്. അതേ അവസരത്തിൽ നേർവിപരീതമാണ് മറുകക്ഷിക്ക്. വയസ്ദാദു അഹ്ലുൻ നാർ, നരകക്കാർക്ക് വർദ്ധിക്കുകയായി. ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ നരകത്തിയിൽ നിന്നൊരു മോചനമോ, അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞൊന്ന് കരിഞ്ഞുപോയി ആകെ നശിച്ചു പോയാലെങ്കിലും ഒരു രക്ഷയുണ്ടാകുമെന്ന പ്രതീക്ഷയുമില്ലല്ലോ. മരണമില്ല. വയസ്ദാദു അഹ്ലുൻ നാർ ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, അവരുടെ ദുഃഖവും സങ്കടവും വിഷമവും ഒക്കെ വർദ്ധിച്ച തോതിൽ തന്നെ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നു. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും അവരവരുടെ താവളങ്ങളിലെത്തി. ഇനി അവിടെ മരണം എന്ന് പറയുന്ന സംഗതി നടക്കാനില്ല, ഇനി ഒരു മരണം വരാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ കവാടങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തിന്റെ കവാടങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ ജന്നാത്തി അദിനിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ ഇങ്ങനെ തുറക്കപ്പെട്ട് ഒരുക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കവാടങ്ങളുണ്ട്, വാതിലുകളുണ്ട്. ആ വാതിലുകൾ ഇങ്ങനെ വിശ്വാസികൾ വരുമ്പോഴേക്ക് ഇങ്ങനെ മലർക്കെ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സൂറത്തുർ റഅദ് അല്ലാഹു തആല പറയാണ് 23-ാമത്തെ ആയത്ത്. മലക്കുകളുടെ എല്ലാ വാതിലുകളുടെയും മലക്കുകളുടെ പ്രവേശനം ഉണ്ടാവും. സർവ്വവാതിലുകളിലൂടെയും മലക്കുകൾ സ്വർഗവാസികളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ട് അവർക്ക് ആശംസ അർപ്പിക്കുന്നു. നിങ്ങളേറെ സഹിച്ചവരാണ്, നിങ്ങളേറെ ക്ഷമിച്ചവരാണ്. ആ ക്ഷമയുടെ ഫലമായി കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ വീട്ടിലേക്ക് സ്വാഗതം, ഈ വീട്ടിലേക്ക് നിങ്ങൾ കയറിയവരാണ് എന്നിങ്ങനെ പറഞ്ഞ് വിശ്വാസികൾക്ക് ആശംസകളും ആശീർവാദങ്ങളും ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ എല്ലാ വാതിലുകളിലൂടെയും അവരതിന്റെ സമീപത്ത് എത്തുന്നതിന്റെ മുമ്പേ തുറന്നു വെക്കപ്പെട്ടു കഴിഞ്ഞു. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മുഅ്മിനീങ്ങളായ റബ്ബിനെ യഥാർത്ഥമായി നിലക്ക് ദോഷങ്ങളൊന്നും വരാതെ സൂക്ഷിച്ചവരവരാണല്ലോ മുത്തഖീങ്ങൾ. ഇത്തഖൗ റബ്ബഹും, അവരാനയിക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി. വരാ സ്വർഗ കവാടത്തിനരികിലേക്ക് എത്തുമ്പോഴേക്കും അത് തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതേ അതിൻ്റെതായ കാവൽക്കാരവരോട് ആശംസകൾ പറയുകയാണ്. സലാമുൻ അലൈക്കും തിബ്തും, നല്ലത് ചെയ്തവരെ, നിങ്ങൾ നല്ലവരാണ്, നല്ലത് ചെയ്തവരാണ്, നന്നായവരാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതവാസികളായ നിലക്ക് കയറിക്കോ അതിന്റെ അകത്തേക്കെന്ന് പറയപ്പെടുന്നു. ധാരാളം കവാടങ്ങളുണ്ട് സ്വർഗത്തിന്. ഒരു ഹദീസിൽ 8 കവാടങ്ങൾ എന്ന് വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 8 കവാടങ്ങൾ. 8 കവാടങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് ക്ഷണം കിട്ടുന്ന ഒരു പ്രത്യേകമായ ഡോറുണ്ട്, വാതിലുണ്ട്. അതാണ് റയ്യാൻ എന്നറിയപ്പെടുന്ന വാതില്. റയ്യാൻ എന്ന പദത്തിന്റെ അർത്ഥം അത്ഷ് എന്നതിന്റെ അർത്ഥത്തിന്റെ നേർ വിപരീതമാണ്. അത്ഷ് എന്ന് പറഞ്ഞാൽ കഠിനമായ ദാഹമെന്നാണ്. ആ ദാഹം തീർന്ന അവസ്ഥ, അഹം തീർക്കൽ എന്നാണ് റയ്യാൻ എന്നതിന്റെ അർത്ഥം. റബ്ബിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ ആ വിശ്വാസികൾക്ക് കടക്കാൻ ഏറ്റവും യുക്തമായ നാമം തന്നെ നൽകപ്പെട്ടിട്ടുള്ള റയ്യാൻ എന്ന കവാടം. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഫിൽ ജന്നത്തി സമാനിയതു അബ്വാബ് മിൻഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സ്സായിമൂൻ
ഫഇദാ ദഖലൂ ഗലിഖ ഫലം യദ്ഖുൽ ഗൈറുഹും. സ്വർഗ്ഗത്തിൽ 8 കവാടങ്ങളുണ്ട്. നരകത്തിന് എത്ര കവാടം? നരകത്തിന് എത്ര കവാടം? നരകം പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര കവാടം എന്നാ പറഞ്ഞത്? 7 കവാടം. സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് സമാനിയത്തു അബ്വാബ്, 8 കവാടങ്ങളുണ്ട്. അതിലൊരു വാതിലാണ് റയ്യാൻ. നോമ്പനുഷ്ഠിച്ചവരല്ലാതെ അതിലൂടെ പ്രവേശിക്കൂല. അവരതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടുകയായി. അവരല്ലാത്ത മറ്റൊരു കക്ഷിയും അതിലൂടെ കയറുന്നതല്ല. എല്ലാ വിശ്വാസികളും നോമ്പനുഷ്ഠിക്കാതെ സ്വർഗത്തിലെത്തൂലല്ലോ. പിന്നെ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ധാരാളമായി ഫർദ് നോമ്പിന്റെ പുറമെ സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിച്ച് ആരൊക്കെ കൂടുതൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചവരുണ്ടോ അവരതാ പ്രത്യേകമായി ആ കൂടുതൽ നോമ്പനുഷ്ഠിച്ചവര് ആ നിലക്കുള്ള റയ്യാനിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്നു. ധാരാളം നോമ്പെടുക്കുന്നവർ, അങ്ങനെ ധാരാളം നിസ്കരിച്ചവർക്ക് പ്രത്യേകം വാതിലുണ്ട്. ധാരാളം ധർമ്മം ചെയ്തവർക്ക് പ്രത്യേകം വാതിലുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത വ്യക്തസാക്ഷികൾക്ക്, ജിഹാദ് നടത്തിയ ആളുകൾക്കുണ്ട്. ഇതിനൊക്കെ പ്രത്യേക കവാടങ്ങൾ ഉണ്ടെന്ന് ഹദീസുകളിൽ കാണാം. ബുഖാരിയിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി നൂദിയ മിൻ അബ്വാബിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ജോഡി ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കുതിരയെയും അതിന്റെ തുണയെയും ഒരു ഒട്ടകത്തെയും അതിന്റെ തുണയും, അങ്ങനെ ഓരോന്നും ജോഡിയായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ധർമ്മം ചെയ്തവർ നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങളിലൂടെ മുഴുവനും വിളിക്കപ്പെടും. യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഹാദാ ഖൈർ, ദാ ഏറ്റവും ഉത്തമമായി ഇതിലേക്ക് വന്നോ വന്നോ വന്നോ. എല്ലാ വാതിലുകളിൽ നിന്നും അവർക്ക് വിളിയാളമുണ്ട്. ഫമൻ കാന മിൻ അഹ്ലിസ് സ്വലാ, സ്കാരത്തിന്റെ ആളുകൾ ദുഇയ മിൻ ബാബിസ് സ്വലാ, സ്കാരത്തിന്റെ വാതിലിലൂടെ ക്ഷണം കിട്ടപ്പെടുകയായി. ഉമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി, ജിഹാദിന്റെ ആളുകളോട് ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ആ വാതിലിലൂടെ ക്ഷണം ലഭിക്കപ്പെടുകയായി. ഉമൻ കാന മിൻ അഹ്ലിസ് സിയാമി ദുഇയ മിൻ ബാബിർ റയ്യാൻ, നമ്മൾ വിശദീകരിച്ചു. റയ്യാനിലൂടെ അവർക്കും പ്രവേശനം ലഭിക്കപ്പെടുകയായി. ഉമൻ കാന മിൻ അഹ്ലിസ് സദഖ, സദഖയുടെ ആളുകൾ അതാ ദുഇയ മിൻ ബാബിസ് സദഖ, സദഖയുടെ വാതിലിലൂടെയും വിളിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു നിൽക്കുകയാണ്. മഹാനവറുകൾ ഉടനെ വിളിച്ചുകൊണ്ട് ബഹുമാനത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചു പറയാണ്, ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് വേണ്ടി എന്റെ മാതാപിതാക്കളെ മുഴുവനും സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോ വിനയത്തോടെ ബഹുമാനത്തോടെ സഹാബിമാര് പറഞ്ഞിരുന്ന ഒരു പ്രയോഗമാണത്. അങ്ങയുടെ മുമ്പിൽ എനിക്കെന്റെ ഉമ്മ വലുതല്ല, ഉപ്പ വലുതല്ല, ആരും വലുതല്ല എന്ന ആ ബഹുമാനത്തിന്റെ പ്രയോഗം പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആശ പറയാണ്, ഓരോരുത്തരും ഓരോ വാതിലൂടെ ഇങ്ങനെ വിളിക്കപ്പെടുമ്പോ സർവ്വവാതിലൂടെയും വിളിക്കപ്പെടുന്ന വല്ല ഭാഗ്യവാന്മാരും ഉണ്ടാകുമോ? റളിയല്ലാഹുവിന്റെ ചോദ്യമാണ്. ആരെങ്കിലും അങ്ങനെ ഉണ്ടാവോ? എല്ലാ വാതിൽക്കൽ കൂടി ഇങ്ങ് വിളിക്കപ്പെടുന്നവരും ഉണ്ടാവില്ലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ട് അബൂബക്കറേ. വഅർജു അൻ തകൂന മിൻഹും, വഅർജു അൻ തകൂന മിൻഹും, അബൂബക്കറേ നീ അതിൽ പെടുന്ന ഞാൻ ആശിക്കുന്നു, നീ അതിൽ പെടും. വഅർജു അൻ തകൂന മിൻഹും, എല്ലാ വാതിലിലൂടെയും പ്രവേശിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുണ്ടാവോ എന്നല്ലേ ചോദിച്ചത്? ഉണ്ടാവും, നീയും അതിൽ പെടുമെന്ന് ഞാൻ ആശിക്കുന്നു. ആശ നടക്കും, ആശ നടക്കും. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അങ്ങനെ 8 കവാടങ്ങളിലൂടെയും പ്രത്യേകമായ പ്രവേശനം. എല്ലാ വാതിൽ എല്ലാം എല്ലാം തികഞ്ഞ ആളാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതിലൂടെയും കയറാം, ഇതിലൂടെയും കയറാൻ മാത്രമുണ്ട്, ഇതിലൂടെയും കയറാൻ മാത്രമുണ്ട്. അത്രയും അത്യുന്നതനായ വ്യക്തിത്വമാണ് അബൂബക്കർ റളിയല്ലാഹു തആല. ഇനി സഹോദരന്മാരെ, ചില പ്രവർത്തനങ്ങൾ, നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈമാനിൽ ദൃഢമായി നമ്മൾ കൊണ്ട് നടന്നാൽ സ്വർഗ കവാടങ്ങളിലൂടെ ഏതിലൂടെയും പ്രവേശനം ലഭിക്കപ്പെടും. ഉദ്ദേശിച്ചിടത്തു കൂടെ കയറാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യാറുണ്ടോ?
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുസ്ബിഗുൽ വുദൂഅ സുമ്മ യഖൂലു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നിങ്ങളിൽ ആരെങ്കിലും സമ്പൂർണമായ നിലക്ക് വുദൂ ചെയ്യുന്നു, ആ വുദൂ എടുത്തതിന്റെ ശേഷം ആ വുദൂ കഴിഞ്ഞിട്ട് അവൻ ഇപ്രകാരം പറയുകയും ചെയ്യുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതല്ലെങ്കിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവൻ ഏകനാണ്, അവനൊരു പങ്കാളിയുമില്ല. വഅശ്ഹദു, അതുപോലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും തന്നെയാണ്. ഇതൊരാൾ പറയുന്നുവെങ്കിൽ ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഏതിലൂടെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു അതിലൂടെ കയറാം. 5 നേരം ഉളു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ അവസരത്തിൽ ഉളു എടുക്കുമ്പോൾ ഇത് മനസ്സിൽ തട്ടിയിട്ട് തൗഹീദ് അങ്ങ് പ്രഖ്യാപിച്ച് ഇതുപോലെയുള്ള ഒരു ജീവിതം അങ്ങ് ജീവിക്കുന്നവനാണ് ആ പറഞ്ഞത്. അതല്ലാതെ കേവലം മനസ്സിൽ തട്ടാ ഉളു എടുത്തു കഴിഞ്ഞാൽ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല. അതവൻ മനസ്സിലിട്ട് എന്തൊരു ഏറ്റവും വലിയ കാര്യമല്ലേ പറഞ്ഞത്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിന്റെ വേറെയും പൂർണ്ണമായ രൂപങ്ങൾ ഹദീസുകളിൽ കാണാം. ഇത്ര പറഞ്ഞാൽ തന്നെയും ഇത്രയും മഹത്വമുണ്ട്. ശേഷം വേറെയുമുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, ശുദ്ധി പാലിക്കുന്നവരുടെയും ശുദ്ധീകരണം വരുത്തിയവരുടെയും കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന കൂടി നമ്മളൊക്കെ ഇത് ചെയ്യാറുണ്ടോ? ഇതൊക്കെ ചൊല്ലാറുണ്ടോ? ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന പറഞ്ഞാൽ ശഫാഅത്തിന് അർഹനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലോകം ഒഴിവാക്കി. വുദൂഇന്റെ ശേഷം ഇത് പറഞ്ഞാൽ ഇത്ര മഹത്വമുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ എത്ര തവണ വുദൂ എടുത്തു, എത്ര തവണ നമ്മളൊക്കെ പറഞ്ഞു, പറയാറുണ്ടോ? ഇതൊക്കെ ഈ പഠിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ചാലേ നമുക്ക് ഈ സ്വർഗം എന്ന് പറയുന്ന മഹനീയമായ ലോകത്തേക്ക് കടന്നെത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ, നമ്മുടെ അമലുകൾ എല്ലാവിധ ന്യൂനതകളിൽ നിന്ന് മുക്തമായ നിലക്ക് റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു അന്ത്യം റബ്ബ് നമുക്ക് വിധിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله.